ഇവിടെ ഇവൻ കമ്പുകൾക്കിടയിൽ നിന്ന് കൈകൾ വലിച്ചെടുത്തപ്പോൾ അറിയാതെ ആ കമ്പുകളെല്ലാം ഒടിഞ്ഞു പോകുന്നു. അത് കണ്ടവൻ തനിക്ക് ഇത്രയും പവർ ഉണ്ടോ എന്ന് വിചാരിച്ച് ഷോക്കാവുന്നു. കാരണം ഇവൻ ഇവിടേക്ക് കുംഫു പഠിക്കാനായി വന്നിരിക്കുകയാണ്. ഇവന് കാര്യമായ ട്രെയിനിങ് പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവൻ കമ്പുകൾ ഒടിച്ചത് കണ്ട മാസ്റ്റർ അവനെ അടുത്ത ഒരു ടെസ്റ്റിലേക്ക് തള്ളിവിടുന്നു. അവിടെ തറയിൽ ഓയിൽ ഒഴിച്ചിരിക്കുന്ന സ്ഥലത്ത് അവൻ 2 ടൈലിൽ ചവിട്ടി വീഴാതെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നു. ആ ടെസ്റ്റിൽ അവൻ വളരെ സിമ്പിൾ ആയി പാസ്സാവുന്നു. ഇത് കണ്ട മാസ്റ്റർ ഇവന് കുംഫു സ്കിൽസ് ഉണ്ടെന്ന് മനസ്സിലാക്കി അടുത്ത ടെസ്റ്റിലേക്ക് അയക്കുന്നു. അവിടെയുള്ള മെറ്റൽ ഫ്ലോറിൽ ചൂട് വളരെ കൂടുതലാണ്. കാല് പൊള്ളിയപ്പോൾ അവൻ അവിടെയുള്ള തടിയിൽ ചാടിക്കയറിയിരിക്കുന്നു. മാസ്റ്റർ വന്ന് അവനെ വലിച്ച് താഴെ ഇറക്കുന്നു. ഉടനെ ഇവൻ മാസ്റ്ററിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി കൂർത്ത കമ്പുകളിൽ തട്ടാതെ സേഫായി മറുവശത്തെത്തുന്നു. ആക്ച്വലി ഇവൻ കുംഫു പഠിക്കാനായി ഇവിടേക്ക് വന്നിരിക്കുകയാണെങ്കിലും ആദ്യമൊന്നും ഒരു ടെസ്റ്റിലും ഇവൻ പാസ്സാവുന്നില്ല. അപ്പോൾ ദേഹത്ത് മുഴുവൻ കരിയോയിൽ വീണ അവനെ പാത്രമൊന്നും യൂസ് ചെയ്യാതെ വലിയ പാറ യൂസ് ചെയ്ത് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കാൻ മാസ്റ്റർ പറയുന്നു. ആദ്യമൊന്നും അതിൽ വിജയിക്കാൻ കഴിയാതിരുന്നവൻ ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്ത് അതിൽ വിജയിക്കുന്നു. ഇപ്പോൾ ഇവൻ എല്ലാ ടെസ്റ്റിലും സിമ്പിളായി പാസ്സായതുകൊണ്ട് മാസ്റ്റർ കൂടുതൽ പ്രാക്ടീസ് ഒന്നും കൊടുക്കാതെ അവനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. എന്നാൽ അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ശത്രുക്കളെല്ലാം ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ അവന് സാധിക്കുന്നു.